ഇന്ത്യയിൽ ജോലി ചെയ്യുകയും കുടുംബത്തോടൊപ്പം സ്ഥിരതാമസമാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകൾക്കും എഞ്ചിനീയർമാർക്കും ഗവേഷകർക്കും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമിഗ്രേഷൻ വാർത്തയാണ് ഇപ്പോൾ US-ൽ ചർച്ചയാകുന്നത്. തൊഴിൽ അധിഷ്ഠിത ഗ്രീൻ കാർഡ് അപേക്ഷകളിൽ വലിയ ഇടിവ് രേഖപ്പെടുത്തിയതായി പുതിയ USCIS കണക്കുകൾ സൂചിപ്പിക്കുന്നു. പ്രത്യേകിച്ച് EB1, EB1A പോലെയുള്ള വിഭാഗങ്ങളിലൂടെ ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ പ്രൊഫഷണലുകൾക്ക് ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. പതിറ്റാണ്ടുകളായി ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന ഇന്ത്യക്കാർക്ക് EB1 ഒരു വേഗത്തിലുള്ള വഴിയാകുമെന്ന പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ വിഭാഗത്തിലും പരിശോധനകൾ കൂടുതൽ കർശനമാകുന്നതായാണ് റിപ്പോർട്ടുകൾ. എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യൻ പ്രൊഫഷണലുകളെ ഇത് എങ്ങനെ ബാധിക്കും? മലയാളി കുടുംബങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നാണ് നമ്മൾ ഇന്ന് വിശദമായി നോക്കുന്നത്. അമേരിക്കയിലെ EB2, EB3 വിഭാഗങ്ങളിലാണ് ഇന്ത്യക്കാർക്ക് വലിയ ഗ്രീൻ കാർഡ് ബാക്ക്ലോഗുകൾ നേരിടേണ്ടി വരുന്നത്. ഇതുമൂലം ഗ്രീൻ കാർഡിനായി വർഷങ്ങളോളം കാത്തിരിക്കേണ്ട സാഹചര്യമാണ് പലർക്കും ഉള്ളത്. അതുകൊണ്ടാണ് നിരവധി IT പ്രൊഫഷണലുകളും എഞ്ചിനീയർമാരും ഗവേഷകരും EB1 വിഭാഗത്തെ മറ്റൊരു സാധ്യതയായി കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ടത് EB1A വിഭാഗമാണ്. അതായത് സ്വന്തം മേഖലയിൽ മികച്ച കഴിവും അംഗീകാരവും നേടിയിട്ടുള്ളവർക്ക് ഈ വിഭാഗത്തിലൂടെ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കാം. അതുപോലെ തന്നെ മൾട്ടിനാഷണൽ കമ്പനികളിലെ ചില മാനേജർമാർക്കും എക്സിക്യൂട്ടീവുകൾക്കും EB1C വഴി അപേക്ഷിക്കാനുള്ള അവസരവുമുണ്ട്. പക്ഷേ ഇപ്പോൾ EB1 അപേക്ഷകളിലും പരിശോധന കൂടുതൽ കർശനമാകുന്നതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പുതിയ കണക്കുകൾ പ്രകാരം EB1 വിഭാഗത്തിലെ ഗ്രീൻ കാർഡ് അപ്രൂവൽ ഏകദേശം 35% വരെ കുറവ് രേഖപ്പെടുത്തിയതായി റിപ്പോർട്ടുകളുണ്ട്. ഇതോടെ EB1 വഴി ഗ്രീൻ കാർഡ് നേടാൻ ശ്രമിക്കുന്നവർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്ന ആശങ്കയാണ് ഉയരുന്നത്. പ്രത്യേകിച്ച് EB1A അപേക്ഷകരിൽ സ്വന്തം കഴിവും അംഗീകാരവും തെളിയിക്കുന്ന രേഖകൾ വളരെ പ്രധാനമാണ്. അന്താരാഷ്ട്ര അവാർഡുകൾ, പ്രൊഫഷണൽ സംഘടനകളിലെ അംഗത്വം, ഉയർന്ന ശമ്പളം, മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ, ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങിയവ അപേക്ഷയിൽ ഉൾപ്പെടുത്താറുണ്ട്. എന്നാൽ ഇത്തരം രേഖകൾ മാത്രം സമർപ്പിച്ചതുകൊണ്ട് EB1A അപ്രൂവൽ ഉണ്ടാകില്ല. USCIS ഉദ്യോഗസ്ഥർ അപേക്ഷകന്റെ മൊത്തത്തിലുള്ള പ്രൊഫൈലും അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവർ സ്വന്തം മേഖലയിൽ എത്രത്തോളം അംഗീകാരം നേടിയിട്ടുണ്ട് എന്നതും വിശദമായി പരിശോധിക്കും. EB1A അപേക്ഷയിൽ മറ്റൊരു പ്രധാന പ്രശ്നമാണ് റിക്വസ്റ്റ് ഫോർ എവിഡൻസ്. അപേക്ഷയിൽ നൽകിയ രേഖകൾ മതിയായില്ലെന്ന് USCIS കരുതിയാൽ കൂടുതൽ തെളിവുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് റിക്വസ്റ്റ് ഫോർ എവിഡൻസ് അയച്ചേക്കാം. ഇത് അപേക്ഷകർക്ക് കൂടുതൽ രേഖകൾ തയ്യാറാക്കേണ്ട സാഹചര്യം ഉണ്ടാക്കും. ചില കേസുകളിൽ വലിയ തോതിലുള്ള അധിക രേഖകളും വിശദീകരണങ്ങളും നൽകേണ്ടി വരാം. അതുകൊണ്ട് ഒരു വ്യക്തി IT മേഖലയിൽ നല്ലൊരു ജോലി ചെയ്യുന്നു എന്നത് മാത്രം EB1A യോഗ്യത ഉറപ്പാക്കുന്നില്ല. സ്വന്തം മേഖലയിൽ അസാധാരണമായ കഴിവും അംഗീകാരവും എങ്ങനെ തെളിയിക്കാം എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇതിനൊപ്പം PERM ലേബർ സർട്ടിഫിക്കേഷൻ നടപടികളിലെ കാലതാമസവും ഗ്രീൻ കാർഡ് അപേക്ഷകരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. EB2, EB3 വിഭാഗങ്ങളിലെ പല അപേക്ഷകൾക്കും PERM ഒരു പ്രധാന ഘട്ടമാണ്. തൊഴിലുടമ അമേരിക്കൻ തൊഴിലാളികളെ നിയമിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുവെന്ന് തെളിയിക്കുന്നതാണ് ഈ പ്രക്രിയയിലെ പ്രധാന ഭാഗം. PERM നടപടികൾക്ക് കൂടുതൽ സമയം എടുക്കുമ്പോൾ ഗ്രീൻ കാർഡ് പ്രക്രിയയും വൈകും. അതുകൊണ്ടാണ് പല പ്രൊഫഷണലുകളും EB1 പോലെയുള്ള മറ്റു വഴികൾ പരിശോധിക്കുന്നത്. എന്നാൽ EB1 അപേക്ഷകളിലും പരിശോധന കർശനമാകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അപേക്ഷകർക്ക് കൂടുതൽ വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും. ഇതൊരു ഗ്രീൻ കാർഡ് അപേക്ഷകന്റെ മാത്രം പ്രശ്നമല്ല. അമേരിക്കയിൽ വർഷങ്ങളായി H1B വിസയിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളി കുടുംബങ്ങളുടെ ഭാവിയെയും ഇത് ബാധിക്കാം. പ്രത്യേകിച്ച് കുട്ടികളുള്ള കുടുംബങ്ങൾ അവരുടെ കുട്ടിയുടെ പ്രായവും ഇമിഗ്രേഷൻ സ്റ്റേറ്റസും കൃത്യമായി ശ്രദ്ധിക്കണം. H4 ഡിപെൻഡന്റ് സ്റ്റേറ്റസിലുള്ള കുട്ടികൾക്ക് 21 വയസ്സ് തികയുമ്പോൾ അവരുടെ സ്റ്റേറ്റസിൽ മാറ്റമുണ്ടാകാം. അതിനാൽ ഗ്രീൻ കാർഡ് പ്രക്രിയ നീണ്ടുപോകുന്ന കുടുംബങ്ങൾ കുട്ടിയുടെ പ്രായം കൃത്യമായി കണക്കാക്കുകയും ആവശ്യമായ സമയത്ത് ബദൽ സ്റ്റേറ്റസ് സംബന്ധിച്ച് വിദഗ്ധരുമായി സംസാരിക്കുകയും വേണം. H1B ജീവനക്കാരുടെ പങ്കാളികൾ ചിലർ H4 EAD വഴി അമേരിക്കയിൽ ജോലി ചെയ്യുന്നുണ്ട്. കുടുംബത്തിന്റെ പ്രധാന വരുമാനത്തിൽ ഈ ജോലി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പ്രധാന അപേക്ഷകന്റെ ഗ്രീൻ കാർഡ് നടപടികൾ വൈകുകയോ മറ്റ് ഇമിഗ്രേഷൻ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ചെയ്താൽ കുടുംബത്തിന്റെ സാമ്പത്തിക പദ്ധതികളെയും അത് ബാധിച്ചേക്കാം. അതുകൊണ്ട് H4 EAD ഉള്ളവർ അവരുടെ EAD കാലാവധി, പുതുക്കൽ തീയതി, നിലവിലെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസ് എന്നിവ കൃത്യമായി പരിശോധിക്കണം. അമേരിക്കയിൽ ഗ്രീൻ കാർഡിനായി ശ്രമിക്കുന്ന മലയാളി പ്രൊഫഷണലുകൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമതായി EB1A പോലെയുള്ള വിഭാഗത്തിൽ അപേക്ഷിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ യോഗ്യതകൾ തെളിയിക്കുന്ന എല്ലാ രേഖകളും കൃത്യമായി തയ്യാറാക്കുക. അവാർഡുകൾ, പ്രസിദ്ധീകരണങ്ങൾ, ഗവേഷണങ്ങൾ, മാധ്യമ റിപ്പോർട്ടുകൾ, പ്രൊഫഷണൽ അംഗീകാരങ്ങൾ, ഉയർന്ന ശമ്പളം തുടങ്ങിയ രേഖകൾ ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുക.
രണ്ടാമതായി EB-1 മാത്രം ആശ്രയിക്കാതെ നിങ്ങളുടെ സാഹചര്യത്തിന് അനുയോജ്യമായ മറ്റ് വഴികളും പരിശോധിക്കുക. ഉദാഹരണത്തിന് EB-2 നാഷണൽ ഇൻട്രസ്റ്റ് വേവിയർ ചില അപേക്ഷകൾക്ക് പരിഗണിക്കാവുന്ന മറ്റൊരു മാർഗമാണ്. മൂന്നാമതായി കുട്ടികളുള്ള കുടുംബാംഗങ്ങൾ അവരുടെ പ്രായവും നിലവിലെ ഇമിഗ്രേഷൻ സ്റ്റേറ്റസും കൃത്യമായി നിരീക്ഷിക്കുക. ഗ്രീൻ കാർഡ് പ്രക്രിയ വൈകുകയാണെങ്കിൽ ആവശ്യമായ ബദൽ നടപടികൾ നേരത്തെ ആസൂത്രണം ചെയ്യുന്നത് പ്രധാനമാണ്. നാലാമതായി USCISൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് നിലവിലുള്ള നിയമങ്ങളും ഫോം നിർദ്ദേശങ്ങളും പരിശോധിക്കുക. നിങ്ങളുടെ വ്യക്തിഗത കേസിനെ ആശ്രയിച്ച് നിയമപരമായ കാര്യങ്ങളിൽ യോഗ്യനായ ഇമിഗ്രേഷൻ അറ്റോർണിമാരുടെ സഹായം തേടുന്നത് സുരക്ഷിതമാണ്. അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി IT പ്രൊഫഷണലുകളും എഞ്ചിനീയർമാരും ഗവേഷകരും ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന കുടുംബങ്ങളും ഇപ്പോഴത്തെ ഇമിഗ്രേഷൻ മാറ്റങ്ങൾ വളരെ ശ്രദ്ധയോടെ നിരീക്ഷിക്കേണ്ട സമയമാണിത്. EB-1, EB-2, EB-3, PERM, H-1B, H-4, EAD തുടങ്ങിയ വിഷയങ്ങളിലെ ഓരോ മാറ്റവും നിങ്ങളുടെ കുടുംബത്തിന്റെ ഭാവിയെ ബാധിച്ചേക്കാം. അതുകൊണ്ട് കൃത്യമായ വിവരങ്ങൾ മാത്രം ആശ്രയിക്കുക. അമേരിക്കൻ ഇമിഗ്രേഷൻ നിയമങ്ങളിലെ ഏറ്റവും പുതിയ മാറ്റങ്ങളും ഗ്രീൻ കാർഡ് അപ്ഡേറ്റുകളും വിസ വാർത്തകളും സമയബന്ധിതമായി അറിയാൻ ഗ്ലോബൽ സമയം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക.